എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നേരത്തെ വന്നതിൻ്റെ റീവാലുവേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 10-ാം തീയതിയാണ്. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട് കാര്യമുണ്ടോ, റീവാലുവേഷനിൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റീവാലുവേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് +1 റിസൾട്ട് നേരത്തെ വന്നു. അതിൻ്റെ റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെ ജൂൺ മാസം 10-ാം തീയതിയാണെന്നുള്ള വിവരം ജൂൺ മാസം 10-ാം തീയതി വരുന്നത് ജൂൺ മാസം 7-ാം തീയതിയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ജൂൺ മാസം 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക. റീവാലുവേഷൻ കൊടുക്കുന്നുണ്ട് കാര്യമുണ്ടോ? ഇതിന് പ്രധാനമായിട്ടും ഞാനല്ല ശരിക്കും ഉത്തരം പറയേണ്ടത്, നിങ്ങളാണ്. കാരണം സാധാരണഗതിയിൽ ഒരു 90% കുട്ടികളും റീവാലുവേഷൻ കൊടുക്കുന്നത് രണ്ട് തരത്തിൽപ്പെട്ട കുട്ടികളാണ്. ഒന്നെന്ന് പറയുന്നത് വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയ വിദ്യാർത്ഥികൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു, ഒരു 60 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് വിചാരിച്ചോ, നിങ്ങൾക്കൊരു 45-50 മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങൾ 60 പ്രതീക്ഷ വെച്ചിരുന്നു, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതി, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, എങ്ങനെ കൂട്ടി നോക്കിയിട്ടും ഒരു 60 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബട്ട് റിസൾട്ട് വന്നപ്പോൾ എത്ര മാത്രമേ ഉള്ളൂ? ഒരു 45-50 മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇതാണ് ഒരു തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ. വിചാരിച്ച മാർക്കിനടുത്ത് എത്തിയിട്ടില്ല. ഇപ്പം നിങ്ങൾ 60 പ്രതീക്ഷിച്ചിരുന്നു, ഒരു 55 കിട്ടിയിരുന്നേ വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് 45, വിചാരിച്ചതിലും 15 മാർക്ക് കുറവ്. അങ്ങനെയുള്ള സ്ഥിതിയിൽ സാധാരണ വിദ്യാർത്ഥികൾ പോയിട്ട് റീവാലുവേഷൻ അപ്ലൈ ചെയ്യും. കാരണം എന്താണ്? എനിക്കൊന്നും കൂടെ വാല്യുവേഷൻ ചെയ്യണമല്ലോ. കാരണം ഞാൻ 15 മാർക്കും കൂടെ എന്ത് ചെയ്തല്ലോ, വിചാരിച്ചതാണല്ലോ. ഒരു 15 മാർക്ക് കൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു, എനിക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ റീവാലുവേഷൻ കൊടുക്കും. പിന്നെ രണ്ടാമത്തെ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് 1 മാർക്കിനോ 2 മാർക്കിനോ ഫെയിലായി പോയ വിദ്യാർത്ഥികൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്ക് എന്ത് ചെയ്യണം, ജയിക്കാൻ വേണം. 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 24 മാർക്ക് എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. ഒരു 22-23 കിട്ടി, ഒരു 22-23 കിട്ടി, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ഫെയിലായി പോകുന്ന വിദ്യാർത്ഥികളാണ് രണ്ടാമത്തെ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ. ഒരു 24 ജയിക്കാൻ വേണം, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു 22-23 കിട്ടി. നിങ്ങൾക്കിനി സപ്ലി എഴുതാനാണെങ്കിൽ 24 മാർക്ക് ആദ്യം എഴുതിയെടുക്കണം. എനിക്ക് ഓൾറെഡി 22-23 ഉണ്ട്. 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനാണ് ഞാൻ എന്ത് ചെയ്തത്, ഫെയിലായി പോയത്. അങ്ങനെയുള്ള സ്ഥിതിയിലും റീവാലുവേഷൻ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ട് തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ. ഒന്ന് വിചാരിച്ച 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ നിങ്ങൾ ഫെയിലായി, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും, മസ്റ്റായിട്ടും നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കും. കാരണം സപ്ലി എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം 24 എഴുതിയെടുക്കണം. ഇതാകുമ്പോൾ 1 മാർക്കോ 2 മാർക്കോ, ആ നോക്കുന്ന ടീച്ചർ എങ്ങനെയും ഒരു കരുണ കാണിച്ച് 1 മാർക്കോ 2 മാർക്കോ കിട്ടു തന്നാൽ പാസ്സാവുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും, റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ റീവാലുവേഷനിൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ? കിട്ടും. ബട്ട് എന്ത് ചെയ്യണം, 8 മാർക്കോ അതിന് മേലേക്കോ കൂടണം. നിങ്ങൾക്ക് ബിഫോർ റീവാലുവേഷൻ മാർക്ക് +1 റിസൾട്ട് വന്നപ്പോൾ എത്ര മാർക്ക് ഉണ്ടായിരുന്നോ അതിനെ കഴിഞ്ഞു എന്ത് ചെയ്യണം, ആഫ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് ഇൻക്രീസ്ഡ് ഇൻ 8 മാർക്ക്. ആഫ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം 8 മാർക്ക് ഉണ്ടാകണം. നിലവിലുള്ളതിനെ കഴിഞ്ഞു 8 മാർക്ക് കൂടണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 60 മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് +1 റിസൾട്ടിൽ ഉണ്ടെന്ന് വിചാരിച്ചോ, അത് 68 അതിന് മേലേക്കും ആവണം. 68 അല്ലെങ്കിൽ അതിന് മേലേക്ക്. അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥി അടച്ച 500 റീവാലുവേഷൻ ഫീസ് 500 രൂപയാണ്. 500 രൂപ എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും.
ഞാൻ പറഞ്ഞു +1 റിസൾട്ട് വന്നപ്പം എന്താണ് 60 മാർക്ക് ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷൻ റിസൾട്ടിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്, 68 അതിന് മേലേക്കോ പോവുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടും. ഇനി 8 മാർക്ക് കൂടിയില്ല, ഇനിയിപ്പം 60 ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിക്ക് 65 ആയുള്ളൂ, അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഗ്രേഡ് കൂടും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കൂടും, ബട്ട് എന്ത് ചെയ്യില്ല, അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടില്ല. അങ്ങനെയെങ്കിൽ ഗ്രേഡ് ഇൻക്രീസ് ആവും, ഗ്രേഡ് വർദ്ധിക്കും, ബട്ട് എന്ത് ചെയ്യില്ല, അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടില്ല. 60 മാർക്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് 65 ആയിക്കഴിഞ്ഞാൽ ഗ്രേഡ് കൂടും, ബട്ട് റീഫണ്ട് ഇല്ല. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. ലാസ്റ്റ് ഡേറ്റ് ചൊവ്വാഴ്ച ജൂൺ 10 ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് 3 ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.